ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള കൈഫൽ ഹാൽ. എല്ലാവർക്കും സുഖമാണ്. ലെറ്റ്സ് ലേൺ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? 2ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റ് ആണല്ലേ. അതിൽ നമ്മൾ ആദ്യത്തെ പാഠം പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആദ്യത്തെ പാഠം എന്തിനെ പറ്റിയായിരുന്നു എന്ന്? എന്തായിരുന്നു ഹെഡിങ് ഒന്ന് വായിച്ചേ. ഉമ്മാലുൽ ബലദിയ എന്ന് വെച്ചാൽ എന്താണ്? ഉമ്മാൽ ജോലിക്കാർ, അൽ ബലദിയ മുനിസിപ്പാലിറ്റി. അപ്പം മീനിങ് എന്താണ്? മുനിസിപ്പാലിറ്റി വർക്കേഴ്സ് ആണല്ലേ. ഇന്ന് നമ്മൾ അതേ പാഠത്തിൻ്റെ തന്നെ അതേ ചാപ്റ്ററിലെ 2ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഏകദേശം അതേ ആശയം തന്നെയാണ്. എങ്കിൽ നമുക്കത് എന്താണെന്ന് നോക്കിയാലോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒന്ന് പാഠത്തിൻ്റെ ഹെഡിങ് വായിച്ചേ. ബൈത്തി നളീഫുൻ. ബൈത്തി നളീഫുൻ എന്ന് വെച്ചാൽ എന്താണ്? ബൈത്തുൻ എന്താണ്? ബൈത്തുൻ വീട്. ബൈത്തി എൻ്റെ വീട്. എൻ്റെ വീട് എങ്ങനെയുള്ളതാണ്? നളീഫുൻ നല്ല വൃത്തിയുള്ളതാണ്. വൃത്തിയുള്ള എൻ്റെ വീട്. പിന്നെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ എന്തായിരുന്നു പഠിച്ചത്? അന്നേരം ഉമ്മാലുൽ ബലദിയ വീട്ടിൽ വന്നപ്പോൾ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ. അതെന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നോട്ടീസ് വെറും നോട്ടീസല്ല, അതൊരു പരസ്യമായിരുന്നു. എന്തിനെ പറ്റിയുള്ള പരസ്യമാണ്? നമ്മളെ വീട്ടിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ വേണമെന്നും അതിലെന്തൊക്കെ തരം വേസ്റ്റ് ഉണ്ടാകും. നിങ്ങളെ വീട്ടിൽ എന്തൊക്കെ തരം വേസ്റ്റ് ഉണ്ടാവും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഫുഡ് വേസ്റ്റ് ഉണ്ടാകും. പിന്നെയോ പ്ലാസ്റ്റിക് ഉണ്ടാവും, പേപ്പർ ഉണ്ടാവും. പിന്നെയോ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടാവില്ലേ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ, പിന്നെ അങ്ങനെ വിവിധ ഇനം. പിന്നെ നിങ്ങളെ തന്നെ ടോയ്സിൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ടാകാറില്ലേ. അങ്ങനെ വീട്ടിൽ ഫുഡ് വേസ്റ്റ് മാത്രമല്ല അല്ലേ, വിവിധ തരം വേസ്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് വേസ്റ്റുകൾ നമ്മളെ വീട്ടിലുണ്ട്. ഈ എല്ലാ വേസ്റ്റും കൂടി നമുക്ക് ഒരു ബക്കറ്റിൽ ഇടാൻ പറ്റുമോ? ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക്കും എല്ലാം കൂടെ. അത് നല്ലതാണോ? അല്ലല്ലേ. അതിനേക്കാൾ നല്ലത് എല്ലാം ഒന്ന് വേർതിരിച്ച് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. ഇനി ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇതൊക്കെ വേർതിരിച്ച് ഓരോ പാത്രത്തിലേക്ക് ആക്കേണ്ടത്? അതിനാണ് ഇവിടെ മേലെ നൽകിയ ചിത്രം. ഈ ചിത്രത്തിലുള്ള തരം ബോക്സുകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ 3 തരത്തിലുള്ള ബ്ലൂ, ഗ്രീൻ, റെഡ് കളേഴ്സിലായിട്ടുള്ള ബോക്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലോ പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും? ഇപ്പം നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ബീച്ചിലായാലും പാർക്കിലായാലും എല്ലായിടത്തും വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള കറക്റ്റ് ബോക്സ് ഉണ്ടല്ലേ. പക്ഷെ അതിലെല്ലാവരും ഇടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ മാത്രമാണ് കാര്യം. ഇനി നമുക്ക് നോക്കിയാലോ ഈ ഓരോ കളറിലും എന്താണ് ഇടേണ്ടതെന്ന്. ഇത് 3ഉം വേസ്റ്റ് ഇടാനുള്ള ബോക്സ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലെ ഓരോന്നിലും എന്താണ് ഇടേണ്ടത് എന്നത് നമുക്ക് ഇപ്പം മനസ്സിലാക്കാം. ബ്ലൂ കളറിലുള്ള ബോക്സിലാണ് നമ്മൾ പേപ്പർ ഇടേണ്ടത്. അതായത് ഈ പേജുകളില്ലേ, നമ്മൾ നോട്ടിൽ നിന്ന് കീറുന്നതായാലോ അതോ വീട്ടിൽ വരുന്ന പത്രമായാലോ അങ്ങനത്തെ പത്രങ്ങൾ ഇടേണ്ടത് ബ്ലൂവിലാണ്, പേപ്പേഴ്സ് ഇടേണ്ടത്. പിന്നെയോ ഗ്രീൻ കളർ ബോക്സിലാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടേണ്ടത്. അതായത് ഈ ഫ്രൂട്ട്സിൻ്റെ തൊലി, നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി, അങ്ങനത്തെ വേസ്റ്റുകൾ ഉണ്ടാവില്ലേ, ആ തരത്തിലുള്ള ഡീഗ്രേഡബിൾ ആയിട്ടുള്ള നമ്മൾ മണ്ണിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവില്ലേ, ഫുഡ് വേസ്റ്റ് പ്രധാനമായിട്ടും. അത്തരത്തിലുള്ള വേസ്റ്റ് നമ്മൾ ഇടേണ്ടത് ഗ്രീൻ ബോക്സിലാണ്. ഇനിയോ ഓറഞ്ച് ബോക്സിൽ എന്താ ഇടേണ്ടത്? ഓറഞ്ച് അല്ലെങ്കിൽ ആ റെഡ് കളറിൽ കാണുന്ന ബോക്സിൽ അതാണ് നമ്മളെ പ്ലാസ്റ്റിക് ഇടേണ്ട ബോക്സ്. ഈ ബോക്സിലാണ് നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് കവറ്, അങ്ങനത്തതൊക്കെ, ഈ മരുന്നിൻ്റെ ഒക്കെ വേസ്റ്റ് ഉണ്ടാവില്ലേ, അങ്ങനത്തതൊക്കെ ഇടേണ്ടത് ഓറഞ്ച് കളർ ബോക്സിലാണ്. ഇനി നിങ്ങൾക്കാർക്കും ബോക്സ് തമ്മിൽ മാറില്ലല്ലോ. ബ്ലൂ കളറിൽ പേപ്പർ, ഗ്രീൻ കളറിൽ ഫുഡ്, പിന്നെ ഓറഞ്ച് കളറിൽ പ്ലാസ്റ്റിക്. ഇനി വേസ്റ്റ് നമ്മൾ കറക്റ്റായി ബോക്സിലിട്ടാൽ മാത്രം പോരാ, വേസ്റ്റ് തരം തിരിച്ച് ഏതിനത്തിലാണോ ഇടേണ്ടത് അതിൽ തന്നെ കൃത്യമായി നിക്ഷേപിക്കുക. ഇനി കൂട്ടുകാർ അതും കൂടെ ശ്രദ്ധിക്കുമല്ലോ. വേസ്റ്റ് നമ്മൾ താഴേക്ക് ഇടുന്നത് എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ഈസി ആയിട്ട് അവർക്ക് റീസൈക്കിൾ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും നമ്മൾ കൃത്യമായി നമ്മളെ ഏൽപ്പിച്ച ഈ കൃത്യമായി അവർ ഒരുക്കി വെച്ച ഇത്തരം ബോക്സിൽ തന്നെ കൊണ്ടിടണം.
അതാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. ഇനി ആ താഴെ എന്താണ് എഴുതിയത്? ഹാഫിൽ അല നദാഫത്തിൽ ബൈത്തി വൽബി അത്തി. നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. നമ്മളെല്ലാവരും വൃത്തിയായി സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നവരാണല്ലേ. പക്ഷെ നമ്മുടെ പരിസരം അതുപോലെ ശുചീകരിക്കാറുണ്ടോ? ഇനി മുതൽ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കണം. വീട് മാത്രം നന്നായാൽ പോരാ, നമുക്ക് ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും ശുചീകരിക്കേണ്ടതാണ്. അതായത് നമ്മുടെ സ്കൂള്, ഓഫീസ്, ഗാർഡൻ, മുറ്റം, അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മൾ നടക്കുന്ന വഴിയരികിൽ പോലും ശുദ്ധിയുള്ളതും വൃത്തിയുള്ളതും ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അസുഖങ്ങളിൽ നിന്നും ഒരു വൃത്തിയുള്ള ജീവിതശൈലി സ്വീകരിക്കാനും വൃത്തിയുള്ള ജീവിതം നയിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മൾ വേസ്റ്റ് ഏതിലാണ് ഇടേണ്ടതെന്ന്? ഇനി അത് എന്താണെന്നാണ് ഇവിടെ നൽകിയത്. അൽ കുമാമത്തുൽ ഔറാഖി ഫിസുന്ദുഖിൽ അസ്റക്കി. പേപ്പർ വേസ്റ്റുകൾ ഇടേണ്ടത് ബ്ലൂ ബോക്സിലാണ്. കുമാമത്തു ത്വാമി ഫിസുന്ദുഖിൽ അഖ്ലരി. ഭക്ഷണാവശിഷ്ടങ്ങൾ, ഫുഡ് വേസ്റ്റ് ഇടേണ്ടത് ഏത് കളറാണ്? നമ്മളിപ്പോൾ പറഞ്ഞത് ഏത് കളറിലാണ്? ഗ്രീൻ കളറിൽ. ഇനിയോ കുമാമത്തു അല്ലദാനി ഫിസുന്ദുഖിൽ അഹ്മർ. ഇതൊന്നും അല്ലാത്ത വേസ്റ്റുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ ഇടേണ്ടത് ഓറഞ്ച് കളേർഡ് ബോക്സിലാണ്, അല്ലെങ്കിൽ റെഡ് കളർ ബോക്സിലാണ് ബാക്കി വേസ്റ്റൊക്കെ ഇടേണ്ടത്. ഇപ്പോൾ കൃത്യമായി എല്ലാവർക്കും അറിയില്ലേ നമ്മൾ എവിടെയാണ് വേസ്റ്റ് നിക്ഷേപിക്കേണ്ടതെന്ന്? ഇനി നിങ്ങൾ ഓരോരുത്തരും അതനുസരിച്ച് വേസ്റ്റ് കൃത്യസ്ഥലത്ത് നിക്ഷേപിക്കാനും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി അതുപോലെ ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രമിക്കണം. നമ്മൾ മാത്രം നന്നായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമോ? ഇല്ലല്ലേ. നമ്മൾ ചുറ്റുമുള്ളവരെ കൂടെ മാറ്റിയെടുക്കണം. ഇനി ഇവിടെ നോക്കിക്കേ, നിങ്ങളൊന്ന് തമ്മിൽ കണക്ട് ചെയ്തേ. പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമ്മൾ ഏത് ബോക്സിലാണ് ഇടേണ്ടത്? ഇനി പേപ്പർ വേസ്റ്റുകളോ, പിന്നെ ഫുഡ് വേസ്റ്റ്, ഈ 3 ഏത് ബോക്സിലേക്കാണ് വരച്ച് ചേർക്കേണ്ടത്? അവിടെ നിറങ്ങളും തന്നിട്ടുണ്ട്. അസ്റക്കുൻ എന്ന് വെച്ചാൽ ബ്ലൂ, അഹ്മർ റെഡ്, അഹ്ലർ ഗ്രീൻ. ഇങ്ങനെ 3 നിറങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ നിറങ്ങളും വാക്കുകളും തമ്മിലും യോജിപ്പിക്കണം. വേസ്റ്റ് നേരെ കൊടുക്കുകയും വേണം. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിക്കേ. ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ആൻസർ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ആ കളറുകൾ തമ്മിൽ ഒന്ന് നിങ്ങൾ മാച്ച് ചെയ്തേ. അസ്റക്കുൻ എന്ന് വെച്ചാൽ ബ്ലൂ, അഹ്മർ റെഡ്, അഹ്ലർ ഗ്രീൻ. അങ്ങനെ കളേഴ്സ് തമ്മിലും കൂടെ നിങ്ങളൊന്ന് മാച്ച് ചെയ്യണം. വേസ്റ്റ് ഏതാണെന്ന് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും വർക്ക് ബുക്ക് എടുത്തേ. വർക്ക് ബുക്കിൽ എന്താണ് ചെയ്യാനുള്ളത്? നുലവിനു ഹസ്ബൽ അർക്കാം. നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. കാറിൽ നമ്പേഴ്സും ഉണ്ട്, മേലെ നമ്പറിന് നേരെ വാക്കുകളും ഉണ്ട്. ആ വാക്കുകളിൽ ഏതാണ് കളർ എന്നാണ്. ഇനി ആ കളർ നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് മാച്ച് ചെയ്തേ. ഒന്നാമത്തെ കളറ് അസ്റക്കുൻ എന്ന് വെച്ചാൽ ബ്ലൂ, അസ്ഫർ യെല്ലോ, അസ്വദ് വൈറ്റ്, അഹ്ലർ ഗ്രീൻ, അഹ്മർ റെഡ്. ഇനി അവ ഏതൊക്കെ കളറാണെന്ന് നോക്കാം. ഇതേതാണ് കളർ? അസ്റക്കുൻ എന്ന് വെച്ചാൽ ബ്ലൂ. അടുത്ത ഇതേതാണ് നിറം? ഇത് അബിയലുൻ എന്ന് വെച്ചാൽ വൈറ്റ്. ഇനി ഇതേതാണ് കളർ? ഗ്രീൻ ആണല്ലേ. ഗ്രീന് നമ്മൾ അറബിയിൽ എന്താണ് പറയുക? അഹ്ലർ. ഇനിയോ ഇതേതാണ് കളർ? ഗ്രീൻ. റെഡ് ആണല്ലേ. റെഡിന് നമ്മൾ അറബിയിൽ എന്താണ് പറയുക? അഹ്മർ റെഡ്. ഇപ്പം നമ്മൾ ഏതൊക്കെ കളേഴ്സ് പഠിച്ചു? അസ്റഖ്, അബിയൽ, അഹ്ലർ, അഹ്മർ. ഇനി ഒരു നിറം കൂടെ ഉണ്ട്. ഇതേതാണ് നിറം? അസ്ഫർ എന്ന് വെച്ചാൽ യെല്ലോ. ഇപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ചു? അസ്റഖ് ബ്ലൂ, അഹ്മർ റെഡ്, അഹ്ലർ ഗ്രീൻ, അബിയൽ വൈറ്റ്, അസ്ഫർ യെല്ലോ. ഇത്രയും നിറങ്ങൾ പഠിച്ചല്ലേ. ഇനി നിങ്ങൾക്ക് കളർ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇതനുസരിച്ച് ഈ കാറൊന്ന് സുന്ദരനാക്കിക്കേ. കാറിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നൽകി നിങ്ങളുടെ ഒരു സ്വന്തം കളർഫുൾ കാർ റെഡിയാക്കിക്കേ. ഇനി ഇതുപോലെ നിറം നൽകാനുള്ള ആക്ടിവിറ്റി തന്നെയാണ് അടുത്തതും. പക്ഷേ ഇവിടെ ഒരു കളർ അധികമായിട്ടുണ്ടല്ലേ. ബ്ലാക്കിന് നമ്മൾ എന്താണ് പറയുക? അസ്വദുൻ ബ്ലാക്ക്.
അപ്പം നമ്മൾ ഹെയറിന് ഏത് കളറാണ് കൊടുക്കേണ്ടത്? അസ്വദ്. നുലവിനു സൂറ വനക്തുബു അസ്മാ അൽ അൽവാൻ. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ കളേഴ്സിൻ്റെ പേര് എഴുതിക്കേ. നിങ്ങൾ ഇഷ്ടമുള്ള കളർ ആ ബോയ്ക്കും ഗേളിനും നൽകുകയും വേണം. എന്നിട്ട് കൊടുത്ത കളേഴ്സ് ഏതാണെന്ന് നേരെ ബോക്സിൽ എഴുതുകയും വേണം. അങ്ങനെ അദ്ദേഹം ആ പരസ്യം നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു വലിയ ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ എന്താണ്? ഒരു വാഹനം പരസ്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് പരസ്യത്തിലുള്ളത്? ആ പരസ്യം ഒന്ന് വായിച്ചേ. മർഹബൻ ബിക്കും ജമീഅൻ, മർഹബൻ ബിക്കും ജമീഅൻ, എല്ലാവർക്കും സ്വാഗതം. ബർനാമജുൻ, ബർനാമജുൻ എന്ന് വെച്ചാൽ പ്രോഗ്രാം. അസ്വിഹത്തുലിൽ ജമീഅ, ആരോഗ്യം ഏവർക്കും, ആരോഗ്യം എല്ലാവർക്കും ഉള്ളതാണ്. എന്നാണ് പരിപാടി? ഒക്ടോബർ 2. ഒക്ടോബർ 2 ഈ പ്രോഗ്രാം നടക്കുന്നത്. പിന്നെയോ എവിടെ വെച്ചാണ് നടക്കുന്നത്? അൽ ഹദീഖത്തുൽ ഖറിയ, ഗ്രാമത്തിലെ ഗാർഡനിൽ വെച്ചാണ്, അതായത് ഗ്രാമത്തിലെ പാർക്കിൽ വെച്ചാണ്. പാർക്കിൽ വെച്ച് ഒക്ടോബർ 2 ആരോഗ്യം ഏവർക്കും എന്ന വിഷയത്തിൽ നടക്കുന്ന പ്രോഗ്രാമിനെ പറ്റിയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരസ്യമൊക്കെ കണ്ടപ്പോൾ അവർ പരസ്യം കണ്ടും ചെയ്തു, പിന്നെ വിളിച്ചു പറഞ്ഞു പോകുന്നത് കേട്ടും ചെയ്തു. അങ്ങനെ ഡേറ്റും സ്ഥലവും ഒക്കെ കിട്ടിയപ്പോൾ ഉപ്പയും മകനും കൂടെ പ്രോഗ്രാം കാണാൻ പോകാം എന്ന് തീരുമാനിച്ചു. ഉപ്പയും കുട്ടിയും കൂടെ ഗ്രാമത്തിലെ പാർക്കിലേക്ക് പ്രോഗ്രാം കാണാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ ഒരുപാട് കുട്ടികളും ഒരുപാട് ഗേൾസായിട്ടും ബോയ്സായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ആരാണ് ഈ പരിപാടിയിൽ സംസാരിക്കുന്നത്? ആരോഗ്യത്തെ പറ്റിയൊക്കെ ആരായിരിക്കും സംസാരിക്കുക? ഒരു ഡോക്ടർ ആയിരിക്കും അല്ലേ? ഡോക്ടർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനെ പറ്റിയാണ്? ആരോഗ്യത്തെ പറ്റിയും വൃത്തിയെ പറ്റിയുമാണ്. ഇനി നമുക്ക് നോക്കാം ഡോക്ടർ എന്താണ് സംസാരിക്കുന്നതെന്ന്. അദ്ദേഹം ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയായിരിക്കുമല്ലേ സംസാരിക്കുന്നത്? നിങ്ങൾക്കിഷ്ടമാണോ അത്തരം ക്ലാസ്സുകൾ? എങ്കിൽ നമുക്കൊന്ന് ഒരുമിച്ച് നോക്കിയാലോ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന്. അഹിബത്തി ഹാദിഹി ഖറിയത്തുൻ നളീഫത്തുൻ നഹ്നു ഫീ ഹദീഖത്തിൻ ജദാബത്തിൻ നറാ ഹുനാ അസ്ഹാറൻ ജമീലത്തൻ നുഹാഫിളു അലാ ബിഅതിന സലീമത്തൻ. ഇനി നമുക്ക് ഈ ഭാഗം, ഇത്രയും ഭാഗം അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നോക്കിയാലോ. അഹിബത്തി, പ്രിയപ്പെട്ടവരെ, ഹാദിഹി ഖറിയത്തുൻ നളീഫത്തുൻ, ഇതൊരു വൃത്തിയുള്ള ഗ്രാമമാണ്. ഖറിയത്തുൻ എന്ന് വെച്ചാൽ ഗ്രാമം, നളീഫത്തുൻ വൃത്തിയുള്ള. ഇതൊരു വൃത്തിയുള്ള ഗ്രാമമാണ്. നഹ്നു ഫീ ഹദീഖത്തിൻ ജദാബത്തിൻ, നമ്മൾ വളരെ ഭംഗിയുള്ള നല്ല സൗന്ദര്യമുള്ള ഒരു ഗ്രാമത്തിലാണ്. നറാഹുന അസ്ഹാറൻ ജമീലൻ, ഇവിടെ നമുക്ക് ഭംഗിയുള്ള ഒരുപാട് പൂക്കൾ കാണാൻ കഴിയും. അസ്ഹാറൻ എന്ന് വെച്ചാൽ പൂക്കൾ, ജമീലത്തൻ ഭംഗിയുള്ള. നുഹാഫിളു അലാ ബിഅതിന സലീമത്തൻ, നമ്മൾ നമ്മുടെ പരിസരവും നമുക്ക് ചുറ്റുപാടും എങ്ങനെ സംരക്ഷിക്കണം? നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർ പറയുന്നത്. ഇനി ബാക്കി എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് നോക്കിയാലോ. അദ്ദേഹത്തിന് മുൻപിൽ ഒരുപാട് പേരുണ്ട്, അവരോടാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം എന്താണ് പറയുന്നത്? അഇസഇ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹാഫിളു അലാ നളാഫത്തുൽ ജിസ്മി, നിങ്ങൾ നിങ്ങളുടെ ശരീരം നന്നായി വൃത്തിയിൽ സൂക്ഷിക്കുക. വതജന്നബു അൽ അസ്ഖാം, രോഗങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. ശുക്രൻ ലക്കും, താങ്ക് യു. അദ്ദേഹം വളരെ നല്ല ക്ലാസ്സാണല്ലേ ഓഡിയൻസിന് നൽകിയിട്ടുള്ളത്. ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും നമ്മുടെ ചുറ്റുപാട് വൃത്തിയാക്കേണ്ടതിനെ പറ്റിയും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും പ്രകൃതി സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയാണല്ലേ. അപ്പം നമുക്കും അവരെ പോലെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ട് ഇനി മുതൽ നന്നായി പ്രവർത്തിക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് നന്നായി വായിച്ചു നോക്കണേ. ഇനി നമുക്ക് ഈ ഭാഗം വായിക്കാം. നഖ്റൗ ഹാദാ ഖിത്തുൻ സഗീറുൻ, ഇതൊരു ചെറിയ പൂച്ചയാണ്. റഅയ്തു സഹറൻ ജമീലൻ, ഞാൻ നല്ല ഭംഗിയുള്ള പൂവിനെ കണ്ടു. കതബ്തു ബിഖലമിൻ ജദീദിൻ, ഞാൻ പുതിയ പേന കൊണ്ട് എഴുതി. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കേ, ഒന്നാമത്തെ വരിയിൽ തെൻവീൻ ലൊമ്മാണല്ലേ. രണ്ട് വാക്കിനും ഖിത്തുൻ എന്നതിനും സഗീറുൻ എന്നതിനും തെൻവീൻ ലൊമ്മാണ്. ഇനി അടുത്തത് നോക്കിക്കേ, സഹറൻ ജമീലൻ,
ഇവിടെയോ തെൻവീൻ ഫതഹാണല്ലേ, ഫതഹ തെൻവീനാണ്. ഇനിയോ കലമിൻ ജദീദുൻ, ജദീദിൻ, ഇവിടെയോ ഇവിടെ കെസ്ര തെൻവീനാണല്ലേ, കലമിൻ ജദീദിൻ. ഇനി നമുക്ക് ഇത്തരം ഹറക്കത്തുകൾ എഴുതാൻ പഠിച്ചാലോ? ഇവിടെ ഒന്ന് നോക്കിക്കേ. നഖ്റഉ നസ്സ വനഖ്താറു കലിമാത്തിൻ ഫീഹ തെൻവീനുൻ. തെൻവീൻ എന്ന് വെച്ചാൽ എന്താണ്? ആ ബ്രാക്കറ്റിൽ നൽകിയതുപോലെ നമ്മൾ ഫതഹ ആണെങ്കിൽ 2 എണ്ണം വരയ്ക്കും, കെസർ ആണെങ്കിലും 2 എണ്ണം നൽകും, ദമ്മ ആണെങ്കിലും 2 എണ്ണം നൽകും. ഇങ്ങനെ നമ്മൾ 2 എണ്ണമാക്കിയിട്ട് ഹർക്കത്ത് നൽകുന്നതിനെയാണ് തെൻവീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം വായിച്ചതിൽ നിന്നും നമ്മൾ നേരത്തെ ഡോക്ടർ അനൗൺസ്മെൻറ്റിൽ നിന്നും ഒക്കെ നിങ്ങൾ തെൻവീനുള്ള വാക്കുകൾ കണ്ടെത്തി ഇവിടെ ഒന്ന് ലിസ്റ്റ് ചെയ്തേ. തെൻവീൻ ഫതഹ തെൻവീനുള്ളതും കെസ്ര തെൻവീനുള്ളതും ലൊമ്മ തെൻവീനുള്ളതും. ഇനി അതിന് താഴെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? നുലവീന് തെൻവീന. തെൻവീനൊന്ന് എല്ലാവരും കളർ കൊടുത്തേ. ഒന്നാമത്തേത് ഫതഹ തെൻവീൻ, 2 കെസ്ര തെൻവീൻ, 3 ലൊമ്മ തെൻവീൻ. ഇതെല്ലാവരും ഒന്ന് കളർ കൊടുത്തേ. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? നതഅറഫു അലാൽ ജിസ്മി. നമുക്ക് നമ്മുടെ ബോഡി ഒന്ന് അറബിയിൽ പഠിക്കാം അല്ലേ? ചിത്രത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്? ഒന്ന് വായിച്ച് പറഞ്ഞേ. ഹെഡ്, ഇയർ, ഐസ്, നോസ്, ലിപ്പ്, ഹാൻഡ് ആൻഡ് ലെഗ്. ഇത്രയും ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ഇവയുടെയൊക്കെ അറബി നോക്കാം. തലയ്ക്ക് നമ്മൾ എന്താണ് പറയുക? ഹെഡിന് റഅസുൻ. എൻ്റെ കൂടെ വായിച്ചേ, റഅസുൻ. റഅസുൻ എന്ന് വെച്ചാൽ ഹെഡ്. ഞാനിങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും വായിക്കണേ. റഅസുൻ ഹെഡ്. നിങ്ങളുടെ കൈയെടുത്തൊന്ന് തലയിൽ വെച്ചേ. റഅസുൻ ഹെഡ്. ഇനി ആ കൈ ഒന്ന് കണ്ണിന്മേൽ വെച്ചേ. എന്നിട്ടൊന്ന് വായിച്ചേ. ഐനുൻ കണ്ണ്. ഇനി ആ കൈ ചെവിയിൽ വെച്ചേ. എന്നിട്ട് പറഞ്ഞേ ഉദുനുൻ ചെവി. ഇനി മൂക്കിന്മേൽ വെച്ചിട്ട് പറഞ്ഞേ അൻഫുൻ മൂക്ക് അല്ലെങ്കിൽ നോസ്. ഇനി ആ കൈ ഒന്ന് പല്ലിൽ വെച്ചേ. പല്ലിന് നമ്മൾ എന്താണ് പറയുക? സിന്നുൻ ടൂത്ത്. സിന്നുൻ ടൂത്ത്. ഇനി ആ കൈ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞേ യദുൻ. യദുൻ കൈ. ഇനി ആ കൈ കൊണ്ട് കാല് തൊട്ടിട്ട് പറഞ്ഞേ റിജുലുൻ കാല് അല്ലെങ്കിൽ റിജുലുൻ ലെഗ്. ഇനി നമുക്ക് പഠിച്ച വാക്കുകളൊക്കെ ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? നിങ്ങൾ പറയുന്നതിനനുസരിച്ച് കൈ ആ ഭാഗങ്ങളിലൊക്കെ തൊടണം, കൈ കൊണ്ട് തൊടണം. ഇനി റഅസുൻ ഹെഡ്, ഉദുനുൻ ഇയർ, ഐനുൻ ഐസ്, അൻഫുൻ നോസ്, സിന്നുൻ ടൂത്ത്, യദുൻ ഹാൻഡ്, റിജുലുൻ ലെഗ്. ഇപ്പം എല്ലാവരും പഠിച്ചില്ലേ? ഇനി നമുക്കിവിടെ എന്താണ് വർക്കുള്ളത്? നുഇദ്ദുൽ ലൗഹാത്തി. നമുക്കിവിടെ ചെറിയൊരു പണിയുണ്ട്. എന്താണവ? പ്ലക്കാർഡ് ഉണ്ടാക്കാനാണല്ലേ. നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലക്കാർഡ്സ് ഉണ്ടാക്കണം. ഒന്നാമത്തേത് അവിടെ നൽകിയിട്ടുണ്ട്. ഹാഫിളുൻ അലാ നവാഫത്തിൽ ജിസ്മി. നിങ്ങൾ നിങ്ങളുടെ ശരീരം വൃത്തിയുള്ളതായി സൂക്ഷിക്കുക. ഇനി ബാക്കി 2 എണ്ണം ഒന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടെത്തി എഴുതിക്കേ. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഹാഫിൾ അലാ നവാഫത്തിൽ ബൈത്തി. നമ്മുടെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കണം. ഹാഫിൾ കീപ് ദ ഹൗസ് ക്ലീൻ. പിന്നെയോ നളിഫ് അൽ ജിസ്മി വബഅദ് അൽ അസ്ഖാമി. നമ്മുടെ ശരീരം വൃത്തിയുള്ളതായി സൂക്ഷിക്കുകയും അസുഖങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയും വേണം. വൃത്തിയുള്ള ശരീരമാണെങ്കിൽ പിന്നെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുമോ? ഇല്ലല്ലേ. നമ്മൾ നമ്മുടെ വീടും പരിസരവും ശരീരവും ഒക്കെ ശുദ്ധിയാക്കുന്നുണ്ട്, ഒക്കെ വൃത്തിയാക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, വളരെ കുറവായിരിക്കും. ഇനി ഈ ചിത്രം നോക്കിയിട്ട് ഒന്ന് പൂരിപ്പിച്ചേ. നുനൗഫു സബാഹൻ നുലാഹു സുവർ വനുക്മിൽ. ഈ ചിത്രം നോക്കിയിട്ടാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ആദ്യത്തേത് എന്താണ്? അസ്നാനുൻ പല്ല്. രണ്ടാമത്തേതോ അരിജിൽ ലെഗ്, അലിയത് ഹാൻഡ്. ഇനി നമ്മൾ രാവിലെ എന്താണ് വൃത്തിയാക്കാറുള്ളത്? രാവിലെ എഴുന്നേറ്റ പാടെ നമ്മൾ എന്താണ് വൃത്തിയാക്കാറുള്ളത്? പല്ല് തേക്കും അല്ലേ? എല്ലാവരും പല്ല് തേക്കുന്നവരല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കും. അപ്പോൾ ഇവിടെ പല്ലിൻ്റെ വാക്ക് എന്താണ്? അൽ അസ്നാന നുനൗഫു അൽ അസ്നാന സബാഹൻ. രാവിലെ ഞാൻ പല്ല് വൃത്തിയാക്കും, നമ്മൾ പല്ല് വൃത്തിയാക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യാറ്?
ഭക്ഷണം കഴിക്കുന്ന മുൻപ് നമ്മൾ എന്താണ് കഴുകാറ്? കൈ കഴുകിയിട്ടാണല്ലേ ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ എങ്ങനെ പറയാം? നുനല്ലിഫുൽ യദ ഖബലൽ അക്ലി. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ നമ്മൾ വൃത്തിയാക്കും. ഇനി കാല് നമ്മൾ എപ്പോഴാണ് കഴുകാറ്? കളിച്ച് കഴിഞ്ഞ് വരുമ്പോഴാണല്ലേ. അവസാനത്തേത് കാലെന്നും എഴുതാം. കാലിന് എന്തായിരുന്നു നമ്മൾ അറബിയിൽ? ഇതുപോലെ എല്ലാവരും ഒന്ന് എഴുതിക്ക്. അൽ അസ്നാന പല്ല്, അൽ യദ് ഹാൻഡ്, അൽ റിജിൽ ലെഗ്. എല്ലാവരും ഇതുപോലെ ടെക്സ്റ്റിലേക്ക് എഴുതിയെടുക്കണം. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഇനി നമുക്കിതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. നഖറഉ ഫീലുൻ, ഫുൽഫുലുൻ, മിഅ്തഫുൻ, ലറഫുൻ, ഖിനാഉൻ, ലഖ്ലഖുൻ, സംബഖുൻ, സൂഖുൻ. ഇത്രയും വാക്കുകളിൽ റിപ്പീറ്റ് ചെയ്തത് ഏതാണ്? ഫാഉം ഖാഫും ആണല്ലേ. ഇനി നമുക്കത് ഒന്ന് എഴുതി പഠിക്കാം. അതിന് താഴെയുള്ള ഫാഉം ഖാഫും ഒന്ന് നിങ്ങൾ കളർ കൊടുത്തേ. ശേഷം ആ താഴത്തെ ബോക്സ് നോക്കാം. നസ്ലുൽ ഹുറൂഫി. താഴെ നാല് ലൈനിലായിട്ട് കുറച്ച് അക്ഷരങ്ങൾ വിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ അവയെ ഒരുമിപ്പിക്കണം. എങ്ങനെ എഴുതാം? ഞാൻ വായിച്ചു തരാം, നിങ്ങൾ അതുപോലെ ഒരുമിച്ച് എഴുതണം. ഫജറുൻ. ഒന്നാമത്തേത് ഫജറുൻ. 2 ഖുഫ്ലുൻ. 3 ലഖ്ലഖുൻ. 4 റഫുൻ. ഈ എല്ലാ വാക്കുകളെയും ഒന്ന് എല്ലാവരും ഒരുമിച്ച് ചേർത്ത് എഴുതി നോക്കിക്കേ. ഇനി നമുക്ക് വർക്ക് ബുക്ക് നോക്കിയാലോ? എല്ലാവരും വർക്ക് ബുക്ക് എടുത്തേ. നഖ്റഉൽ ബയാന വനക്തുബൽ കലിമാത്തിൽ മുനവ്വന. തെൻവീൻ വന്നിട്ടുള്ള വാക്കുകൾ ഈ തന്ന പാരഗ്രാഫ് എന്ന് എടുത്ത് നിങ്ങൾ മാറ്റി എഴുതാനാണ്. ഞാൻ വായിക്കാം. ഹാദാ ബുസ്താനുൻ ജമീലുൻ. ഫിൽ ബുസ്താനി അസ്ഹാറുൻ കസീറത്തുൻ. തത്വീറു ഫറാശാത്തുൻ മിൻ സഹറത്തിൻ ഇലാ സഹറത്തിൻ. തംതസ്സുൽ ഫറാശാത്തു റഹീഖൻ ലദീദൻ. ഇതിൽ നിന്ന് നിങ്ങളൊന്ന് ഫതഹ തെൻവീൻ, കസ്ര തെൻവീൻ, ലമ്മ തെൻവീൻ വന്നിട്ടുള്ള വാക്കുകൾ എടുത്തൊന്ന് വേർതിരിച്ച് എഴുതി നോക്കിക്കേ. നിങ്ങൾക്കിതൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്നറിയാമല്ലോ. എല്ലാവരും അതുപോലെ ചെയ്തു നോക്കുക. എല്ലാവരും ഒന്ന് അടുത്ത പേജ് നോക്കിക്കേ. അടുത്ത പേജിൽ എന്താണ് കാണാനുള്ളത്? ബോഡി പാർട്സ് ആണല്ലേ. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. അവയെ തമ്മിൽ എല്ലാവരും ഒന്ന് മാച്ച് ചെയ്തേ. റഅസുൻ ഹെഡ്, ഐനുൻ ഐസ്, സിന്നുൻ ടൂത്ത്, ഉദുനുൻ ഇയർ, അൻഫുൻ നോസ്, യദുൻ ഹാൻഡ്. എല്ലാവരും ഒന്ന് നേർക്ക് നേരെ അവയെ തമ്മിൽ വരച്ച് ചേർത്തേ. ഇനി വർക്ക് ബുക്കിൽ നമുക്ക് അടുത്തതായി എന്താണ് ചെയ്യാനുള്ളത്? ഫ എന്ന അക്ഷരത്തെ എഴുതി നോക്കാനാണ്. ഫീലുൻ, മിഫ്താഹുൻ, മിഅ്തഫുൻ, ഹർഫുൻ. ഇത്രയും വാക്കുകളൊന്ന് നിങ്ങൾ ആ വർക്ക് ബുക്കിൽ മുഴുവനാക്കിക്കേ. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഖാഫ് ആണല്ലേ. എല്ലാവരും ഒന്ന് വായിച്ചേ. ഖാഫ്. ഇനി ഖാഫ് ഓരോ വാക്കിൻ്റെ ആദ്യത്തിൽ വരുമ്പോഴും രണ്ടാമത് വരുമ്പോഴും അവസാനം വരുമ്പോഴുള്ള ചേഞ്ചസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് എഴുതിക്കേ. ഖമറുൻ, മിഖസുൻ, ദഖീഖുൻ, ബൂഖുൻ. പിന്നെയോ ഇനി നമുക്ക് എഴുതാനുള്ളത് എന്താണ്? ഖിർദുൻ, മിൻഖാറുൻ, ലഖ്ലഖുൻ, ബർഖുൻ. ഇത് നിങ്ങളുടെ വർക്ക് ബുക്കിൽ എഴുതി നോക്കണം. എല്ലാവരും ചെയ്ത് നോക്കിയില്ലേ? ഇനി നമുക്ക് ജീം, ഹ, ഹ. എല്ലാവരും ഒന്ന് വായിച്ചേ. ഇനി അവിടെ താഴെ തന്നിട്ടുള്ള വാക്കുകൾ നോക്കിക്കേ. ജമലുൻ, ബഹറുൻ, ബിത്വീഹുൻ, ലൗഹുൻ. മേലെ എന്താണ് നൽകിയിട്ടുള്ളത്? ജീം ഇതേപോലെ ഒരു വാക്കിൻ്റെ ആദ്യത്തിലും രണ്ടാമതായും അവസാനത്തിലും വരുമ്പോഴുള്ള ഡിഫറൻസ് ആണ്. ഇനി നിങ്ങൾ താഴെ നൽകിയിട്ടുള്ളവ ഇതേപോലെ എഴുതി ഫുള്ളാക്കിക്കേ. ഖുബ്സുൻ, നഹ്ലത്തുൻ, സൽജുൻ, മിസ്ബാഹുൻ. ഇത്രയും ഭാഗങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇതുവരെ എടുത്തതൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവരും നന്നായി ചെയ്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ. താങ്ക് യു. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. മഅസ്സലാമ.